Scattering of identical particles. That we have two identical particles. Suppose scattering takes place in center of mass frame. There are two possible ways of scattering. അതായത് ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിട്ട് രണ്ട് പാർട്ടിക്കിളിൻ്റെ സ്കാറ്ററിങ് കൺസിഡർ ചെയ്യുക. അതും സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ. ദർ ആർ ടു പോസിബിലിറ്റീസ്. രണ്ട് തരത്തിൽ സ്കാറ്ററിങ് സംഭവിക്കാം. ഒന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് എ, അതായത് ഡിറ്റക്ടറിൽ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് ഇൻസിഡൻറ്റ് പാർട്ടിക്കിളായ 1. രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഡിറ്റക്ടറിൽ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് ടാർഗറ്റ് പാർട്ടിക്കിളായ 2. നമ്മൾ ഡിറ്റക്ടറിൽ ഡിറ്റക്ട് ചെയ്യുന്നത് 1 ആണോ 2 ആണോ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ. ഈ സ്കാറ്ററിങ് പ്രോസസ്സിൽ രണ്ട് ആംഗിൾ ഇൻവോൾവ് ആയിട്ടുണ്ട്, തീറ്റയും ഫൈ മൈനസ് തീറ്റയും. അതുകൊണ്ട് തന്നെ there are two angles involving in the scattering process, so we have scattering amplitude f of theta phi. അതായത് സ്കാറ്ററിങ് ആംപ്ലിറ്റ്യൂഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് തീറ്റേനെയും ഫൈനെയാണ്. പക്ഷേ ഈ കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് സെൻട്രൽ ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ സ്കാറ്ററിങ് ആംപ്ലിറ്റ്യൂഡ് ഫൈനെ ഡിപ്പെൻഡ് ചെയ്യൂല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ഫൈ. അതുകൊണ്ട് തന്നെ തീറ്റേനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. അതുകൊണ്ട് രണ്ട് പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് സ്കാറ്ററിങ് ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, എഫ് ഓഫ് തീറ്റയും എഫ് ഓഫ് ഫൈ മൈനസ് തീറ്റയും. there are two scattering amplitude f of theta and f of phi minus theta. അതുകൊണ്ട് തന്നെ ടോട്ടൽ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും സൂപ്പർ പൊസിഷൻ ആയിരിക്കും. അതായത് അഡീഷൻ ആവാം, സബ്സ്ട്രാക്ഷൻ ആവാം. അതായത് ടോട്ടൽ റിസൾട്ടൻ്റ് സ്കാറ്ററിങ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ പ്ലസ് ഓർ മൈനസ് എഫ് ഓഫ് ഫൈ മൈനസ് തീറ്റ. വി ഹാവ് ഡിഫറൻഷ്യൽ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഗിവൺ ബൈ ഡി സിഗ്മ ബൈ ഡി ഒമേഗ ഈക്വൽ ടു സ്കാറ്ററിങ് ആംപ്ലിറ്റ്യൂഡിൻ്റെ മോഡ് സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ പ്ലസ് ഓർ മൈനസ് എഫ് ഓഫ് ഫൈ മൈനസ് തീറ്റ മോഡ് ഹോൾ സ്ക്വയർ. ഡി സിഗ്മ ബൈ ഡി ഒമേഗ, അതായത് പ്ലസ് ഫോർ സിമെട്രിക് വേവ് ഫംഗ്ഷനും മൈനസ് എന്ന് പറയുന്നത് ആൻറ്റിസിമെട്രിക് വേവ് ഫംഗ്ഷനും. ആൻറ്റിസിമെട്രിക് വേവ് ഫംഗ്ഷനും ഡി സിഗ്മ ബൈ ഡി ഒമേഗ സിമെട്രിക് എന്ന് പറയുന്നത് എഫ് ഓഫ് തീറ്റ പ്ലസ് എഫ് ഓഫ് ഫൈ മൈനസ് തീറ്റ മോഡ് ഹോൾ സ്ക്വയർ. ഡി സിഗ്മ ബൈ ഡി ഒമേഗ ആൻറ്റിസിമെട്രിക് എന്ന് പറയുന്നത് എഫ് ഓഫ് തീറ്റ മൈനസ് എഫ് ഓഫ് ഫൈ മൈനസ് തീറ്റ ഹോൾ സ്ക്വയർ. ഇനി രണ്ട് കേസ് നമുക്ക് കൺസിഡർ ചെയ്യണം. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസ് ഫെർമിയോൺസ്, രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസ് ബോസോൺസ് ആയിട്ട്. ആദ്യ കേസ് എടുക്കുന്നത് ഫോർ ടു ഐഡൻറ്റിക്കൽ ബോസോൺസ്. ആദ്യം ഐഡൻറ്റിക്കൽ ബോസോൺസിൻ്റെ സ്കാറ്ററിംഗ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ടോട്ടൽ വേവ് ഫംഗ്ഷൻ ഫോർ ബോസോൺസ്, ടോട്ടൽ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സിമെട്രിക് ആണ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ ഡിഫറൻഷ്യൽ ക്രോസ് സെക്ഷനും സിമെട്രിക് ആയിരിക്കും. അവിടെ തന്നെ ഡി സിഗ്മ ബൈ ഡി ഒമേഗ ഫോർ ബോസോൺസ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഡി സിഗ്മ ബൈ ഡി ഒമേഗ പറയുന്നത് സിമെട്രിക്. അതായത് പ്ലസ് സൈനിലെ ഇക്വേഷൻ എഫ് ഓഫ് തീറ്റ പ്ലസ് എഫ് ഓഫ് ഫൈ മൈനസ് തീറ്റ മോഡ് ഹോൾ സ്ക്വയർ. അതിനെ എക്സ്പാൻഡ് ചെയ്യുക. മോഡ് സൈ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ സൈ സ്റ്റാർ ഇൻറ്റു സൈ എന്ന് പറയുന്നത് പോലെ എഫ് ഓഫ് തീറ്റ പ്ലസ് എഫ് ഓഫ് ഫൈ മൈനസ് തീറ്റ ഹോൾ സ്റ്റാർ ഇൻറ്റു എഫ് ഓഫ് തീറ്റ പ്ലസ് എഫ് ഓഫ് ഫൈ മൈനസ് തീറ്റ. അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ കിട്ടും, മോഡ് എഫ് ഓഫ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് മോഡ് എഫ് ഓഫ് ഫൈ മൈനസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് 2 ടൈംസ് റിയൽ പാർട്ട് ഓഫ് എഫ് സ്റ്റാർ ഓഫ് തീറ്റ ഇൻറ്റു എഫ് ഓഫ് ഫൈ മൈനസ് തീറ്റ. ഇനി ഇതിൽ തന്നെ ഒരു സബ് കേസായിട്ട് നമുക്ക് പറയാം ഈ നമ്മൾ ബോസോൺസിനെ ക്ലാസിക്കലായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് ഫോർ ക്ലാസിക്കൽ ബോസോൺസിന് ക്ലാസിക്കൽ പാർട്ടിക്കിൾസ് ഡു നോട്ട് ഇൻ്റർഫിയർ ഈച്ച് അതർ. നമുക്ക് കിട്ടിയ ബോസോൺസിൻ്റെ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷനിൽ ലാസ്റ്റത്തെ ടേം, മൂന്നാമത്തെ ടേം 2 റിയൽ ഇൻറ്റു ബ്രാക്കറ്റിൽ സം ടേമില്ലേ, ആ സം ടേം എന്ന് പറയുന്നത് ഇൻ്റർഫറൻസ് ടേമാണ്. കാരണം ക്ലാസിക്കൽ പാർട്ടിക്കിൾ ഇൻ്റർഫിയർ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ ടേം 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡി സിഗ്മ ബൈ ഡി ഒമേഗ ബോസോൺസ് എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ട് ടേം മാത്രമേ ഉണ്ടാവും, എഫ് ഓഫ് തീറ്റ മോഡ് ഹോൾ സ്ക്വയർ പ്ലസ് എഫ് ഓഫ് ഫൈ മൈനസ് തീറ്റ മോഡ് ഹോൾ സ്ക്വയർ. ഇതിൽ തന്നെ ഒരു പർട്ടിക്കുലർ കേസായിട്ട് തീറ്റ പൈ ബൈ 2 കൊടുക്കുമ്പോൾ ഡി സിഗ്മ ബൈ ഡി ഒമേഗ ബോസോൺസ് എന്ന് പറയുന്നത് നമുക്ക് 2 ടൈംസ് എഫ് ഓഫ് ഫൈ ബൈ 2 മോഡ് ഹോൾ സ്ക്വയർ കിട്ടും. ഇനി ക്വാണ്ട പാർട്ടിക്കിളായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഫോർ ക്വാണ്ടം ബോസോൺസിന് ഡി സിഗ്മ ഡി ഒമേഗ ബോസോൺസ് എന്ന് പറയുന്നത് ആ മൂന്നാമത്തെ ടേമും ഉണ്ടാവും, കാരണം ഇൻ്റർഫറൻസ് നടക്കും അവിടെ. ഇനി പർട്ടിക്കുലർ കേസായിട്ട് തീറ്റ ഈക്വൽ ടു പൈ ബൈ 2 കൊടുക്കുമ്പം ഡി സിഗ്മ ബൈ ഡി ഒമേഗ ബോസോൺസ് ഈസ് ഈക്വൽ ടു നമുക്ക് അവസാനം
4 ടൈംസ് f(π/2) മോഡ് ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അതായത് ക്വാണ്ടം ബോസോൺസ് ആകുമ്പോൾ 4 ടൈംസ് f(π/2) മോഡ് ഹോൾ സ്ക്വയറും ക്ലാസിക്കൽ ബോസോൺസിൻ്റെ വെച്ചിട്ട് 2 ടൈംസും മോഡ് f(π/2) ഹോൾ സ്ക്വയറും. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസ് ഫെർമിയോൺസ് ആകുമ്പോൾ ടോട്ടൽ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫെർമിയോൺസിൻ്റെ കേസിൽ ആൻറ്റി സിമെട്രിക് ആയിരിക്കും. അതായത് ടോട്ടൽ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്പേസ് പാർട്ട് ഇൻറ്റു സ്പിൻ പാർട്ടാണ്. അതായത് വേവ് ഫംഗ്ഷൻ എന്താണ്? ആൻറ്റി സിമെട്രിക് ആണ് ഫോർ ഫെർമിയോൺസ്. അതുകൊണ്ട് തന്നെ ψ(a) ഈക്വൽ ടു സ്പേസ് പാർട്ട് ഇൻറ്റു സ്പിൻ പാർട്ട്. അതിന് 4 തരത്തിലുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതായത് ഒന്നുകിൽ സ്പേസ് പാർട്ട് സിമെട്രിക് ആവുക, സ്പിൻ പാർട്ട് ആൻറ്റി സിമെട്രിക് ആവുക, അല്ലെങ്കിൽ സ്പേസ് പാർട്ട് ആൻറ്റി സിമെട്രിക് ആവുക, സ്പിൻ പാർട്ട് സിമെട്രിക് ആവുക. ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സ്പേസ് പാർട്ട് സിമെട്രിക്. അപ്പം സ്പിൻ പാർട്ട് എന്ന് പറയുന്നത് ആൻറ്റി സിമെട്രിക് സ്പിൻ പാർട്ട് എന്ന് പറയുന്നത് 1/√2 കെറ്റ് അപ്പ് ഡൗൺ മൈനസ് കെറ്റ് അപ്പ് ഡൗൺ. ഇത് സ്പിൻ പാർട്ട് എന്ന് പറയുന്നത് ആൻറ്റി സിമെട്രിക് ആണ്. ഇത് എന്ന് പറയുന്നത് സിംഗ്ലറ്റ് സ്റ്റേറ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സിമെട്രിക് സ്പേസ് പാർട്ടിലെ ഈ ടേം സിംഗ്ലറ്റ് സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ആൻറ്റി സിമെട്രിക് സ്പേസ് പാർട്ട് ആൻറ്റി സിമെട്രിക്കും സ്പിൻ പാർട്ട് സിമെട്രിക് ആയ കേസ്. ഇങ്ങനത്തെ കേസ് 3 തരത്തിലുണ്ട്. ഒന്നാമത്തേന്ന് പറയുന്നത് സ്പേസ് പാർട്ടെല്ലാം ആൻറ്റി സിമെട്രിക്, സ്പിൻ പാർട്ട് എന്ന് പറയുന്നത് രണ്ടും കെറ്റ് അപ്പ് ആവാം. രണ്ടാമത്തെ കേസിൽ രണ്ടും കെറ്റ് ഡൗൺ. 3 എന്ന് പറയുന്നത് കോമ്പിനേഷൻ 1/√2 കെറ്റ് അപ്പ് ഡൗൺ പ്ലസ് കെറ്റ് അപ്പ് ഡൗൺ. ഇനി പ്രോബബിലിറ്റി ഓഫ് സിമെട്രിക് സ്പേസ് പാർട്ട് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/4. പ്രോബബിലിറ്റി ഓഫ് സിമെട്രിക് പാർട്ട് ആൻറ്റി സിമെട്രിക് പാർട്ട് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 3/4. നൗ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ സ്പേസ് പാർട്ട്. അതിൻ്റെ സ്പേസ് പാർട്ടിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ d(σ/d⍵) ഫെർമിയോൺസ് എന്ന് പറയുന്നത് 1/4 ഇൻറ്റു d(σ/d⍵) സിമെട്രിക് പാർട്ട് പ്ലസ് 3/4 ഇൻറ്റു, അതായത് അതിൻ്റെ പ്രോബബിലിറ്റി ഇൻറ്റു ഏതാണ് സിമെട്രിക് സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ ആണോ പ്ലസ് ഇതിൻ്റെ ആൻറ്റി സിമെട്രിക്കിൻ്റെ പ്രോബബിലിറ്റി കിട്ടാനുള്ള പ്രോബബിലിറ്റി 3/4 ഇൻറ്റു d(σ/d⍵) ആൻറ്റി സിമെട്രിക്. അതായത് 1/4 ഇൻറ്റു സിമെട്രിക് എന്ന് പറയുമ്പോൾ f(θ) പ്ലസ് f(π-θ) ഹോൾ സ്ക്വയർ പ്ലസ് 3/4 ഇൻറ്റു f(θ) ആൻറ്റി സിമെട്രിക് എന്ന് പറയുമ്പോൾ മൈനസ് f(π-θ) മോഡ് ഹോൾ സ്ക്വയർ. അതിനെ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് അവസാനം കിട്ടുന്നത് d(σ/d⍵) ഫെർമിയോൺസ് എന്ന് പറയുന്നത് f(θ) മോഡ് ഹോൾ സ്ക്വയർ പ്ലസ് f(π-θ) മോഡ് ഹോൾ സ്ക്വയർ മൈനസ് റിയൽ പാർട്ട് ഓഫ് f(θ) ഇൻറ്റു f(π-θ). ഇനി ഇതിനെ 2 സബ് കേസായിട്ട് ഫെർമിയോൺസ് ക്ലാസിക്കൽ ട്രീറ്റ്മെൻറ്റ് നടത്തുക. അതായത് ഫെർമിയോൺസ് ക്ലാസിക്കലാണെന്ന് കൺസിഡർ ചെയ്യുമ്പോൾ ഫോർ ക്ലാസിക്കൽ ഫെർമിയോൺസിന് ഇൻ്റർഫറൻസ് ടേം 0 ആയിരിക്കും. d(σ/d⍵) ഫെർമിയോൺസ് എന്ന് പറയുന്നത് f(θ) ഹോൾ സ്ക്വയർ പ്ലസ് f(π-θ) മോഡ് ഹോൾ സ്ക്വയർ. ഇഫ് θ ഈക്വൽ ടു π/2 എന്നുള്ള കേസ് എടുക്കുമ്പോൾ d(σ/d⍵) ഫെർമിയോൺസ് എന്ന് പറയുന്നത് ഈക്വൽ ടു f(π/2) മോഡ് ഹോൾ സ്ക്വയർ. അതായത് ക്ലാസിക്കൽ ട്രീറ്റ്മെൻറ്റ് നടത്തുമ്പോൾ ബോസോൺസ് ആയാലും ഫെർമിയോൺസിന് ആയാലും പിന്നെ അതിൻ്റെ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ പറയുന്നത് സെയിം തന്നെയാണ് ക്ലാസിക്കൽ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ. അത് ഇനി ബോസോൺസ് ആയാലും ഫെർമിയോൺസിലായാലും അതിൻ്റെ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ കിട്ടുന്നത് 2 ടൈംസ് f(π/2) മോഡ് ഹോൾ സ്ക്വയർ. ഫോർ ക്വാണ്ടം ഫെർമിയോൺസ് d(σ/d⍵) എന്ന് പറയുന്നത് ഫെർമിയോൺസ് ഈക്വൽ ടു f(θ) മോഡ് ഹോൾ സ്ക്വയർ പ്ലസ് f(π-θ) മോഡ് ഹോൾ സ്ക്വയർ മൈനസ് റിയൽ പാർട്ട് ഓഫ് f(θ) ഇൻറ്റു f(π-θ). അതായത് ഇൻ്റർഫറൻസ് ടേം ഉണ്ടാവും. ഇനി അതിനൊരു പർട്ടിക്കുലർ കേസായിട്ട് π/2 കൊടുക്കുന്ന സമയത്ത് d(σ/d⍵) ഫെർമിയോൺസ് എന്ന് പറയുന്നത് f(π/2) മോഡ് ഹോൾ സ്ക്വയർ.
ഇനി ഫോർ തീറ്റ ഈക്വൽ ടു പൈ ബൈ ടു ഡി സിഗ്മ ബൈ ഡി ഒമേഗ ബോസോൺസ് ഈസ് ടു ഡി സിഗ്മ ബൈ ഡി ഒമേഗ ക്ലാസിക്കൽ ഈസ് ടു ഡി സിഗ്മ ബൈ ഡി ഒമേഗ ഫെർമിയോൺസ് ഈസ് ഈക്വൽ ടു 4:2:1. അതായത് ഡി സിഗ്മ ബൈ ഡി ഒമേഗ നമുക്ക് കിട്ടിയത് ഫോർ ബോസോൺസിന് 4 ടൈംസ് എഫ് ഓഫ് പൈ ബൈ ടു മോഡ് ഹോൾ സ്ക്വയറും ക്ലാസിക്കലാകുമ്പോൾ ഫെർമിയോൺസും ബോസോൺസിൻ്റെ കേസിൽ ക്ലാസിക്കൽ ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 2 ടൈംസ് എഫ് ഓഫ് പൈ ബൈ ടു മോഡ് ഹോൾ സ്ക്വയറും ഫെർമിയോൺസിൻ്റെ കേസിൽ ക്വാണ്ടം ഫെർമിയോൺസായിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ നടക്കുന്നത് പൈ ബൈ ടു തീറ്റ പൈ ബൈ ടു ആവുന്ന കേസിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കിട്ടുന്നത് എഫ് ഓഫ് പൈ ബൈ ടു മോഡ് ഹോൾ സ്ക്വയർ. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 4:2:1 എന്നുള്ള റേഷ്യോ ആണ് കിട്ടുന്നത്.